കുറുവാ സംഘമാണോ KSEB ആണോ വലിയ കള്ളന്മാർ? ഇതാണ് ചോദ്യം. അവിചാരിതമായി അസമയത്ത് വീട്ടിൽ കടന്നു വന്ന് നമ്മളെ ബന്ധനസ്ഥരാക്കി കവർ ചെയ്യുന്നതാണ് കുറുവാ സംഘത്തിന്റെ രീതിയെങ്കിൽ, കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നാൽ, ജാഗ്രതയോടെ ഇരുന്നു കഴിഞ്ഞാൽ ഈ കള്ളന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ സാധിക്കും. എന്നാൽ KSEBയുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. പട്ടാപ്പകൽ ജനാധിപത്യ സംവിധാനത്തിൽ വിരലിൽ മഷി പുരട്ടി അധികാരം കൊടുക്കുന്നതിന്റെ ഭാഗമായി തങ്ങൾ ചെയ്യുന്ന ദുർച്ചെലവിന്റെയും കെടുകാര്യസ്ഥയുടെയും ഭാഗമായി ഉണ്ടാവുന്ന സകല അധിക ഭാരവും ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ അവരുടെ പോക്കറ്റിൽ നിന്ന് കവർ ചെയ്യുന്ന KSEB കുറുവാ സംഘവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സാർ, 72 വയസ്സ് പ്രായമുണ്ട് ആ മനുഷ്യന്, എല്ലാ ബഹുമാനത്തോടു കൂടി പറയുന്നു, സാർ അങ്ങേക്ക് ആർജവം ഉണ്ടെങ്കിൽ രാജിവെക്കണം. ഇത്രയും കാൽ ജനാധിപത്യത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച മനുഷ്യനാണങ്ങ്. ഇനിയെങ്കിലും ഈ നാട്ടിലെ മനുഷ്യരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അവരോട് കൂറുണ്ടെങ്കിൽ അങ്ങ് പറയണം, ഈ KSEBയെ നശിപ്പിക്കുന്നത് ഇതിലെ കുറുവാ സംഘമായ യൂണിയൻ സംവിധാനമാണ് എന്ന്. എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇത് മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ നാട്ടിലെ യൂണിയൻ എന്ന കുറുവാ സംഘമാണെന്ന് പറയാനുള്ള ധൈര്യം അങ്ങനെയെങ്കിലും കാണിക്കണം. 622 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കാൻ കഴിയുന്ന 122 ചെറുകിട വൈദ്യുതി പദ്ധതികളാണ് 2023 വരെയും പൂർത്തിയാക്കാതിരിക്കുന്നത്. ഭൂതത്താൻ ജലവൈദ്യുതി പദ്ധതി നടപ്പിലാക്കാത്തത് മൂലം 500 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ചെയ്തതല്ലോ സാർ. അതിന്റെയൊക്കെ ഉത്തരവാദിത്തം KSEB മന്ത്രിയും ചെയർമാനും പറയണ്ടേ? മറ്റൊരു സംവിധാനമുണ്ട്, റെഗുലേറ്ററി കമ്മീഷൻ. കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തും പാലക്കാടും ആയിരക്കണക്കിന് മനുഷ്യരാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാന്റെ മുമ്പിൽ ചെന്ന് KSEBയുടെ നിരക്ക് വർധന ശുപാർശ അംഗീകരിക്കരുതെന്ന് വാവിട്ട് നിലവിളിച്ചു പറഞ്ഞത്. ആ മനുഷ്യരോട് ഒരു കൂറുമില്ലാത്ത, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഈ റെഗുലേറ്ററി കമ്മീഷനും വൈദ്യുതി ബോർഡും ഇതിന്റെ മന്ത്രിയും ഒക്കെ രാജിവെച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണ്ടേ? ഇന്നു മുതൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് നിരക്ക് വർധനവ് ഷോക്കിംഗ് ന്യൂസാണ്, ബ്രേക്കിംഗ് ന്യൂസ് ആണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും നടക്കുമ്പോൾ അറിയാവുന്ന മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് തങ്ങളുടെ വിലാപങ്ങൾ, തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അരികിലെങ്കിലും ഈ KSEBയുടെ ശുപാർശ ഒന്ന് ചർച്ച ചെയ്യണം, ഒരു ക്യാമ്പയിൻ നടത്തണം. ഒരു കോളം വാർത്ത പോലും, ഒരു മണിക്കൂർ പോലും ഇതിനു വേണ്ടി അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് എന്ന് ഈ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ പറയണം. ഓൺലൈൻ മാധ്യമങ്ങൾ സഹായിച്ചതൊഴിച്ചാൽ ഈ വിഷയത്തിൽ ജനപക്ഷത്ത് നിന്ന് സംസാരിച്ചവരാരും ഈ നാട്ടിലില്ല. പ്രബുദ്ധ മലയാളികൾ എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ, പ്രബുദ്ധനായി എന്ന് ഏതെങ്കിലും മലയാളിക്ക് തോന്നുമ്പോൾ കണ്ണാടിയിൽ പോയി നോക്കണം. കാണുന്നത് പ്രബുദ്ധതയുടെ അല്ല, മറിച്ച് വിഡ്ഢിവേഷം കെട്ടി കഴുതയുടെ രൂപമായിരിക്കും കാണുക. വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് നിരക്ക് വർദ്ധിപ്പിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വോട്ടിനു വേണ്ടി നിന്നെ വിറ്റു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, KSEBയോട് യാതൊരു അധികാരവുമില്ലാത്ത, KSEBയ്ക്ക് വേണ്ടി ഓശാന പാടുന്ന റെഗുലേറ്ററി കമ്മീഷൻ വെള്ളാനയോട്, സർവോപരി ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനോട് ആവർത്തിച്ചു പറയുന്നു, 218 കോടി രൂപ ലാഭത്തിലുള്ള KSEBയുടെ നിരക്ക് വർധനവ് കൊള്ളയാണ്, കൊള്ളയാണ്, തീവെട്ടിക്കൊള്ളയാണ്.